UDF പ്രവേശനത്തിനുള്ള അൻവറിന്റെ സമ്മർദ്ദത്തിന് പിടികൊടുക്കാതെ കോൺഗ്രസ് സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനാണ് അൻവറിന്റെ നീക്കമെന്നാണ് സൂചന. സ്ഥാനാർത്ഥിത്വത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തുടരുകയാണ് ആര്യാടൻ ഷൌക്കത്തും VS ജോയും. ഇടതുമുന്നണിയിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നതിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ CPM സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഇന്ന് നിലമ്പൂരിലെത്തുന്നുണ്ട്. CV അനുമോദ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. അനുമോദ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും മുൻപ് തന്നെ നിലമ്പൂർ എന്തായാലും ഇങ്ങനെ വിവാദങ്ങൾ കൊണ്ട് ആവേശത്തിലായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞതുപോലെ PV അൻവർ സ്വയം ഒരു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് രംഗത്തെത്താനാണോ സാധ്യത? അതായത് തൃണമൂൽ വഴി വരണ്ട, പകരം അൻവർ ഒറ്റയ്ക്ക് വന്നാൽ വലിയ കുഴപ്പമില്ല എന്നൊരു നിലപാട് കോൺഗ്രസിനുണ്ടോ? എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. UDFിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഒരു അനിശ്ചിതത്വം, അതാണ് ഇവിടെ ഇപ്പോൾ പല അഭ്യൂഹങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള പല അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ടെങ്കിലും അൻവറിനോട് അടുത്ത വൃത്തങ്ങളും ഒക്കെ വ്യക്തമാക്കുന്ന അൻവർ ഇത്തവണ മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ സാധ്യത കുറവാണ്. പക്ഷേ അൻവർ അവിടെ ഒരു സമ്മർദ്ദം ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അൻവർ ഒരുപക്ഷെ UDFിലേക്കുള്ള തൻ്റെ പ്രവേശനം, തൻ്റെ മുന്നണിയുടെ പ്രവേശനം അത് വേഗത്തിലാക്കുവാൻ, തൻ്റെ പാർട്ടിയുടെ പ്രവേശനം മുന്നണിക്ക് ഭാഗമാക്കുവാൻ ചെലുത്തുന്ന സമ്മർദ്ദമായിട്ട് വേണം ഒരു പക്ഷേ ഇതിനെ കാണുവാൻ. കാരണം UDFിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറെ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ അൻവറിൻ്റെ പരിപൂർണ പിന്തുണ ലഭിക്കാതിരുന്നാൽ അത് ഒരുപക്ഷെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം കൂടി വന്നു കഴിഞ്ഞാൽ UDF പ്രതീക്ഷിക്കുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കും. അപ്പോൾ അൻവറിനെ വിശ്വസിച്ച് ഒപ്പം കൂട്ടി അൻവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകി അൻവറിനെ സമവായത്തിലെത്തിക്കുകയാണ് ഇപ്പോൾ UDF ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ട സമവായ ചർച്ചകൾ പല ഭാഗത്തു നിന്നും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അൻവറിൻ്റെ UDF പ്രവേശനം സംബന്ധിച്ച് ഒരു ഉറപ്പ് ഒരുപക്ഷെ നേതൃത്വം നൽകിയേക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മത്സരത്തിലേക്ക് ഇറങ്ങുന്നതിനെ സംബന്ധിച്ച് അൻവറിൻ്റെ ഒപ്പമുള്ളവരും മറ്റും നടത്തുന്ന ആ ഒരു അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് ഒരു തടയിടുവാനും അതുകൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അൻവർ ഇപ്പോൾ നടത്തിയിട്ടുള്ള നീക്കങ്ങൾ അത് UDFിലേക്കുള്ള തൻ്റെ പ്രവേശനം കുറെ കൂടി വേഗത്തിലാക്കാനുള്ള ഒരു സമ്മർദ്ദതന്ത്രമായിട്ടാണ് UDF കാണുന്നത്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതേസമയം ആര്യാടൻ ഷൌക്കത്ത്, VS ജോയ് എന്നീ രണ്ട് പേരുകളിൽ തന്നെ ചർച്ച പുരോഗമിക്കുന്നുണ്ട്. രണ്ട് നേതാക്കൾ ആത്മവിശ്വാസത്തോടെ തന്നെ ആണ് മുന്നോട്ട് പോകുന്നത്. സാമുദായിക ഘടകങ്ങളും അതേപോലെ നിലമ്പൂരിൻ്റെ പാരമ്പര്യമായിട്ടുള്ള വോട്ട് ബാങ്കിലെ വലിയ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയൊക്കെ ഉണ്ടെന്ന് ആര്യാടൻ ഷൌക്കത്ത് അവകാശപ്പെടുമ്പോൾ മാറിയ സാഹചര്യം, ആ സാഹചര്യത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ, വിവാദങ്ങൾ ഒന്നും ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു ചരിത്രം, യുവാവ് എന്ന പരിഗണന, അതിലുപരി PV അൻവറിൻ്റെ എല്ലാവിധവുമുള്ള സർവ്വ പിന്തുണയും ഉണ്ട് എന്ന അവകാശവാദം, ഇതൊക്കെ ജോയിയെ സംബന്ധിച്ചും ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അനുകൂലമാകുന്ന ഘടകങ്ങളെന്ന UDF പിന്തുണയ്ക്കും കരുതുന്നു. അതുകൊണ്ട് തന്നെ നേതാക്കൾ തമ്മിലും നേതൃത്വത്തിലും ഈ രണ്ട് കാര്യങ്ങളിലും ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് പേരുകൾക്കപ്പുറം മറ്റൊരു സാധ്യത കുറവാണ് എന്നാണ് ഈ ഘട്ടത്തിലും നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും സ്ഥാനാർത്ഥിത്വം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാൽ ഉടൻ പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് പ്രകടിപ്പിക്കുമ്പോഴും ഇത് സംബന്ധിച്ച് പരക്കുന്ന അഭ്യൂഹങ്ങൾ അത് ഓരോ ദിവസവും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. PV അൻവറിൻ്റെ നിലപാട് വീണ്ടും നിർണായകമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും അവരുടെ പ്രവർത്തനം താഴെത്തട്ടിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. M സ്വരാജനാണ് തിരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ളത്. അദ്ദേഹം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് തന്നെയായിരിക്കും പ്രവർത്തിക്കുക. സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള ഇടതുപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഒരു മത്സരം UDFിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന് ശേഷം പറയാമെന്നുള്ള നിലപാടുകൾക്ക് മാറ്റം വരുമോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. എന്നാലും സ്ഥാനാർത്ഥിത്വം, ഉപതെരഞ്ഞെടുപ്പിൻ്റെ തീയതി, ഇതൊക്കെ വലിയ അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കും നിലമ്പൂരിൽ വഴിയൊരുക്കുന്നുണ്ട്. അതിന് ഒരു പക്ഷേ കൃത്യമായ ഉത്തരം ലഭിക്കണമെങ്കിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന ഘട്ടം വരെ തന്നെ കാത്തിരിക്കേണ്ട സാഹചര്യമാണുള്ളത്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് തന്നെ നിലമ്പൂർ വാർത്തകളിൽ വളരെ സജീവമായി ഇടം പിടിക്കുകയാണ്. അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം തന്നെ ഒരു വലിയ വാർത്തയാവുകയാണ്. എങ്ങനെയൊക്കെയാണ് ഇനി ഇത് കലങ്ങി തെളിയുന്നത് എന്നത് കാത്തിരുന്ന് തന്നെ കാണാം.